ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവർ രണ്ടുപേരും കൂടെ വഴക്ക് കൂടി കാണും. അങ്ങനെ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സൻഹയുടെ അച്ഛനും കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇവർ അവിടെ വെച്ചും വഴക്ക് കൂടുന്ന കണ്ടിട്ട് ഇവർക്ക് ഒട്ടും ടേബിൾ മാനേഴ്സ് ഇല്ലെന്ന് പറഞ്ഞ് അവിടെ വഴക്ക് പറയാണ്. അങ്ങനെ രണ്ടുപേരും ഒന്നും കഴിക്കാതെ എണീറ്റ് പോകുമ്പോൾ സൻഹയുടെ അച്ഛനെയും ജുവോന്റെ അച്ഛൻ വഴക്ക് പറയാണ്. ഈ പിള്ളേരിപ്പോ നിങ്ങളെ കാരണം എണീറ്റ് പോയെന്ന് പറഞ്ഞ്. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. സ്കൂളിൽ വെച്ച് നമ്മുടെ ദാലിനോടും ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും മിണ്ടാത്തത് കാരണം ഫുഡ് കഴിക്കാൻ പോലും നല്ലോണം പറ്റുന്നില്ല. ഇന്നലെ എന്ത് സംഭവിച്ചെന്ന് നിനക്കറിയാവോ? എടാ ഹേജുൻ, ചിക്കൻ മേടിക്കാൻ വേണ്ടിട്ട് അങ്കിൾ കുറച്ച് പൈസ തന്നു. നിനക്ക് ഏതാ വേണ്ടത്? ഫ്രൈഡ് ആണോ അതോ സ്പൈസി ആണോ? ഇത് കേട്ട് അവന് സ്പൈസി എന്ന് പറയും. എങ്കിൽ ശരി, ഞാൻ ഇനി സൻഹയുടെ അടുത്ത് കൂടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് സൻഹയുടെ അടുത്തോട് പോയി ചോദിക്കുന്നത് നിനക്ക് ഏതാ വേണ്ടതെന്ന്. അപ്പൊ അവനും പറയുന്നത് എനിക്ക് ഫ്രൈഡ് മതിയെന്ന്. അതൊന്ന് സ്പൈസി വേണ്ടാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോ എന്തൊറ്റി? ഹേജുൻ സ്പൈസി വേണോന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് ഫ്രൈഡ് മതി എന്നിങ്ങനെ അവനെ ഉറപ്പിച്ച് പറയുമ്പോൾ എനിക്ക് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോ ഒന്നും കൂടെ പോയി ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞ് താഴോട്ട് ഓടി പോയി നമ്മുടെ ഹേജുനടുത്ത് വീണ്ടും ചോദിക്കുന്നത്. അങ്ങനെ മോളും താഴെയും കേറി ഇറങ്ങി പാവൻ ജുവോൺ ഒരു കോലായിട്ടുണ്ട്. 50-50 ആയിട്ട് മേടിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അതിനൊന്നും റിപ്ലൈ കൊടുക്കാതെ എനിക്ക് ഫ്രൈഡ് മതി എന്ന് ഒരാളും അടുത്ത ആൾ എനിക്ക് സ്പൈസി മതി എന്നും പറഞ്ഞോണ്ടിരിക്കുകയാണ്. എന്തായാലും ഹേജിന്റെ ബർത്ത്ഡേക്ക് മുന്നേ തന്നെ ഇവർ രണ്ടുപേരുടെ വഴക്കൊക്കെ മാറ്റിയെടുക്കണമെന്ന് നമ്മുടെ ജുവോണും തീരുമാനിക്കുന്നത്. ഹേജിന്റെ ബർത്ത്ഡേക്ക് ഇവര് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴെങ്ങാനും ആ ഒരു വഴക്ക് കൂടിക്കഴിഞ്ഞാൽ ഹേജിന്റെ ആന്റി അവിടെ ഉള്ളപ്പോ പിന്നെ അത് മതി ഒരുമാതിരി ആവാൻ. ഇതും കേട്ട് ദാല് മനസ്സിലാക്കുന്നത് ഹേജിന് ഒരു ആന്റി ഉണ്ടെന്ന്. ഇവരും ഇടയ്ക്കിടയ്ക്ക് അവന്റെ ബർത്ത്ഡേക്കൊക്കെ അവൻ കാണാനായിട്ട് എത്തുന്നു. ഇപ്പൊ ജുൻഹോ വീണ്ടും വന്നിട്ട് നമ്മുടെ ജുവോനോട് ഒരു ഡേറ്റിന് പോകാനായിട്ട് ചോദിക്കും. എന്നിട്ട് അവനും ഒരു പേപ്പർ ഇങ്ങനെ കാണിച്ചിട്ട് നമുക്ക് ഇവിടെ പോവാന്ന് പറയുമ്പോഴാണ് അവളും അത് നോക്കുന്നത്. ഒരു ബൈക്ക് റൈഡിനെ പറ്റിയിട്ടാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഇതിനകത്ത് പോയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പൂ വിരിയും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതും കേട്ടിട്ട് അവക്കൊരു ഐഡിയ തോന്നുവാണ്. അങ്ങനെ നമ്മുടെ ഹേജിനെയും സൻഹയും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനും വേണ്ടിട്ട് ഇവള് തീരുമാനിക്കുന്നത്. രണ്ടുപേരും വരത്തില്ല എന്ന് ആദ്യമേ പറയുമ്പോൾ നമ്മളെ ജുവോൺ ഒരു ട്രിക്കും കിടക്കുകയാണ്. സൻഹ എടുത്തോള് പറയുന്നത് ഇനിയിപ്പോ ഞാൻ ഹേജിനും ഒറ്റയ്ക്ക് പൊയ്ക്കോളാന്ന്. ഇത് കേട്ട് അവനും വരാന്ന് പറയുന്നത്. ഇതേ കണക്കന്നെ ഹേജിന്റെ അടുത്തും പറയുന്നത് ഞാനും സൻഹയും ഒറ്റയ്ക്ക് പൊയ്ക്കോളാന്ന്. അങ്ങനെ ഹേജിനും അക്സെപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞായറാഴ്ച ജുവോൺ ദാലിനോടും അവരുടെ കൂടെ വരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ആ ഞായറാഴ്ച ദാല് അവളുടെ അമ്മയോട് കള്ളത്തരം പറയാണ് വീക്കെൻഡ് ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മുടെ ജുവോണും ഹേജിനും സൻഹയും കൂടെ നിൽക്കുമ്പോഴാണ് അവിടെ ഫുള്ളും ഇങ്ങനെ പെമ്പിള്ളാരായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചും വരുമ്പോഴാണ് ഇവള് ചോദിക്കുന്നത് എടി ഇന്നെന്തോ ഇവിടെ ഇത്രയും തിരക്ക്? അത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരല്ലേ മിക്കുള്ളതും. നീയല്ലേ ക്ലാസ്സിൽ വെച്ച് പറഞ്ഞിട്ട് പോയത് നിന്റെ ചേട്ടന്മാരെ വിളിച്ചോണ്ട് നീ ഇങ്ങോട്ട് വരുന്നെന്ന്. ഇവരെ കാണാനും വേണ്ടിട്ട് എല്ലാരും എത്തിയിട്ടുള്ളതെന്ന് ഇങ്ങനെ പറയും. പെട്ടെന്ന് ജുൻഹോയും അവിടെ എത്തിയിട്ട് ഇത് എന്റെ ഐഡിയ അല്ലായിരുന്നു, ഇവർ രണ്ടുപേരും വരുന്നെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് അവളെയും പിടിച്ച് ആ ഐഡി കയറാൻ പോകുമ്പോഴാണ് നമ്മുടെ സൻഹയും ഹേജിനും കൂടെ തടഞ്ഞു നിർത്തുന്നത്. നമുക്ക് ദാലിന് വേണ്ടിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കാന്ന് അവളും പറയുന്നത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ടും ദാൽ ഇതുവരെ എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ മൂന്നുപേരായിട്ട് റൈഡ് ചെയ്യാനും വേണ്ടിട്ട് തീരുമാനിക്കുന്നത്. ഹേജിനും കയറി കഴിഞ്ഞ് നമ്മുടെ സൻഹ ഫ്രണ്ടിൽ ഇരിക്കാൻ പോകുമ്പോഴാണ് ഹേജിന്റെ അടുത്തിരുത്താനും വേണ്ടിട്ട് ഇവള് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ അവസാനം അവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തി അവളും ഫ്രണ്ടിൽ കയറി ഇരിക്കുമ്പോഴാണ് ജുൻഹോയും അവളുടെ അടുത്തിരിക്കാൻ വരുന്നത് കണ്ടിട്ട് സൻഹയും അവനെ പിടിച്ച് തള്ളിയിടുന്നത്. ഇപ്പൊ നമ്മുടെ ജുവോൺ ഹെഡ്ഫോൺ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തൊക്കെ സംസാരിക്കാനുണ്ടോ അതെല്ലാം നിങ്ങൾ സംസാരിച്ച് തീർത്തോ. ഈ വണ്ടി ചവിട്ടുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുക കൂടി വേണ്ട, അതെല്ലാം ഞാൻ ചെയ്തോളാം, നിങ്ങൾ സംസാരിച്ചെന്ന് പറഞ്ഞ് അവളും അങ്ങ് ചവിട്ടുന്നു. ഈ ഐഡിയ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ജുവോണുമായിട്ട് ഒന്ന് അടുത്തിരിക്കാൻ പോലും പറ്റാത്ത പാവം നമ്മുടെ ജുൻഹോയും ഇതെല്ലാം നോക്കൊണ്ടിരിക്കുന്നു. ജുവോൺ ആണെങ്കിൽ ഇവര് സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും ഓരോ വാക്കുപോലും മിണ്ടാതിരിക്കുമ്പോ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞില്ലെന്നാ തോന്നുന്നത്. നിങ്ങൾ സംസാരിച്ചോ, ഞാൻ ഒന്നും കേൾക്കുന്നില്ല, ഞാൻ ഇത് ചവിട്ടിക്കോളം എന്ന് പറഞ്ഞ് അവളും കഷ്ടപ്പെട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അവന്മാരും അവളെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിട്ട് ചവിട്ടുന്നത്. ഇപ്പൊ ഇവരുടെ സ്കൂളിലെ എല്ലാ പെമ്പിള്ളാരും അവിടെ എത്തിയെന്നും പറഞ്ഞ് കുറെ ചെറുക്കന്മാരും അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ദാലും ലേറ്റ് ആയിട്ട് വന്ന് അറിയാതെ ഇവന്മാരുടെ ഫ്രണ്ടിൽ പോയി ചാടും. അവളും നമ്മുടെ ജുവോണിനെ തിരക്കി നടക്കാണ്. പക്ഷെ അവൾ ഇപ്പോഴും ആ ബൈക്കിൽ തന്നെ ഇരിക്കുന്നത്. ഹേജിനെ നമ്മുടെ സൻഹ അടിച്ചതിന് ഇപ്പൊ സോറി ചോദിക്കുന്നത്. അപ്പോഴാണ് അവനും ചോദിക്കുന്നത് അതിന് മുന്നത്തുള്ള കാര്യത്തിന് എന്താ നീ സോറി ചോദിക്കാത്തത്? അടിച്ചതിന് മാത്രമേ ഉള്ളൂ സോറി, അതിന് മുന്നേ എന്താ നടന്നത് എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ലല്ലോ. ഓ അല്ലേലും നിനക്കൊന്നും ഓർമ്മ വരത്തില്ല എന്നിങ്ങനെ സൻഹയം പറയുമ്പം എടാ നീയല്ലേടാ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് വഴക്ക്, നിന്റെ വാക്കുകളുണ്ട് നീയല്ലേ എന്നെ അടിച്ചത് ആദ്യമേ. ഇതിങ്ങയുടെ സൻഹയം തിരിച്ചു പറയുന്നത് നീയാ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തേന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീയാ തുടക്കം ഇട്ടെന്ന് പറഞ്ഞ് രണ്ടെണ്ണം കൂടെ അതിനകത്തിരുന്ന് വഴക്ക് കൂടുന്നത്. പിടിവലി സൗണ്ട് കേട്ട് നമ്മുടെ ജുവോണും തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും അതിനകത്തിരുന്ന് അടി കൂടുന്ന കാണുന്നത്. എടാ നിന്റെ ഒക്കെ വഴക്ക് മാറ്റാൻ
പറയാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന, ഇപ്പൊ ഇവിടെ ഇരുന്ന് വഴക്ക് കൂടുന്ന, ഇനി നീയൊന്നും മിണ്ട പോലും ചെയ്യരുത് എന്നിങ്ങനെ പറഞ്ഞ അവളും ദേഷ്യത്തി വണ്ടി അങ്ങ് ചവിട്ടുന്നു. ഇറങ്ങി കഴിഞ്ഞിട്ട് അവളും ദേഷ്യത്തി നിങ്ങളൊക്കെ തന്നെ അങ്ങ് വീട്ടിൽ പോയാൽ മതി, ഞാൻ ദാലിനെ കണ്ടിട്ടേ വരത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോ അവളൊന്നും മൈൻഡ് ചെയ്യാതെ അവന്മാരങ്ങ് പോകുന്നു. ഇപ്പൊ നമ്മുടെ ദാലിന്റെ അടുത്തും കുറച്ച് ചെറുക്കന്മാര് വന്ന് നിന്നിട്ട് എടി നീ ഞങ്ങളുടെ സ്കൂളിലല്ലേ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവളും കള്ളത്തരം പറയുന്നത്. എന്തിനാ വെറുതെ കള്ളത്തരം പറയുന്നത്, ഞങ്ങളുടെ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ നീ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലല്ലേ, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ജൂണും അവളെ ഇങ്ങനെ കോള് വിളിക്കുമ്പോഴാണ് നിന്റെ ഫ്രണ്ട് ആണോ, പെങ്കൊച്ചാണെങ്കിൽ അവളെടുത്ത് നമ്മുടെ കൂടെ വരാനായിട്ട് പറ, നമുക്ക് വെറുതെ ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കാം. അങ്ങനെ ഇവന്മാര് ഫ്രണ്ടിൽ നിൽക്കുന്നോണ്ട് തന്നെ അവക്കും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ജൂണും കുറച്ച് വെള്ളം എവിടുന്നെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കാണ്. ഇപ്പൊ ദാലിന്റെ അടുത്ത് ഈ ചെറുക്കന്മാര് വന്ന് ഇന്നിങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണും കാണും. അവളങ്ങോട്ട് ചെല്ലാൻ പോകുമ്പോ അവളുടെ ബോയ് ഫ്രണ്ട് സമ്മതിക്കുന്നില്ലാത്തിന് ഇവള് ഓടിച്ച് നമ്മുടെ ഹേജിന്റെ അടുത്ത് സൻഹയുടെ അടുത്തും പറയുന്ന അവിടെ ദാലിനെ കുറച്ച് ചെറുക്കന്മാര് എന്നിങ്ങനെ പറയുമ്പോഴേ ഇവന്മാർ അവിടെ നിന്ന് ഓടുന്നു. ഇവന്മാരും പെട്ടെന്ന് അവിടെ നിന്ന് ഓടുന്ന കണ്ടിട്ട് ഇനി അവളെ കാണാൻ ഇഷ്ടമാണോ ഇവർക്ക് എന്നിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജൂണും ദാലിനെ കണ്ടിട്ട് അങ്ങോട്ടങ്ങ് പോകും. അപ്പോഴാണ് അവമാനം ചോദിക്കുന്നത് നീ ഹേജിന്റെ അനിയത്തിയല്ലേന്ന്. ഇത് കേട്ടിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാതെ അവൾ അവിടെ നിന്ന് ക്ഷീണിച്ച് തലറിങ്ങി വീഴുന്നത്. ഇവന്മാരും എന്തോ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവള് അവളുടെ മെഡിസിൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അവന്മാരും അതെടുത്ത് കൊടുക്കുമ്പോ അവക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് അവന്മാരും വെള്ളം മേടിക്കാൻ ഓടുന്നു. ഇപ്പൊ ഇതേ സമയമാണ് നമ്മുടെ രണ്ട് ഹീറോസും ഇങ്ങനെ ഓടി വരുന്നത്. ഇവന്മാരും ഓടി വന്ന് നോക്കുമ്പോഴാണ് ഇവളിങ്ങനെ കിടക്കുന്നതാണിത്. ഇവക്ക് എന്തോ പറ്റിയെന്ന് സൻഹയും ചോദിക്കുമ്പോൾ ദാൽ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ ഏതവനാണ് ഇവളെ അടിച്ചിട്ടത്, ഒരു പെങ്കൊച്ചിനെ ഇങ്ങനെ അങ്ങ് അടിക്കാവോ. ഇതും കേട്ടിട്ട് ദാലും എന്തോ അടിച്ചെന്നോ, ദാലേ നീ ഓക്കെ അല്ലേ, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ എന്നിങ്ങനെ അവളെ പിടിച്ചിട്ട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നത്. അപ്പോഴാണ് പാവപ്പെട്ട ചെറുക്കന്മാരെയും ദൂരെ നിന്ന് കുറെ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നത്. ഒന്നും അറിയാതെ ഇവന്മാരെയും കണ്ടിട്ട് നമ്മുടെ ഹേജിനും എടാ നിന്നൊന്നും ഞാൻ ഇനി വെറുതെ വെച്ചേക്കത്തില്ലടാ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ഹേജിനും സൻഹയും കൂടെ അവന്മാരെ എടുത്തിട്ട് പൊട്ടിക്കുന്നത്. അങ്ങനെ അടിയെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാരും കൂടി ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത്. റെസ്റ്റോറന്റിലാണെങ്കിൽ നമ്മുടെ ജോണിന്റെ അച്ഛൻ സൻഹയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത എക്സ്പെൻസ് എല്ലാം കുറയ്ക്കണം, എന്നാലേ ഹേജിനും സൻഹയും കോളേജിൽ പോകുമ്പോൾ അവർക്കൊരു സെക്കൻഡ് ഹാൻഡ് കാറെങ്കിലും വാങ്ങി കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിള്ളേര് വഴക്കുണ്ടാക്കി ഇപ്പൊ സ്റ്റേഷനിൽ ഇരിക്കുന്ന സൻഹയുടെ അച്ഛനും ഒരു കോള് കിട്ടുമ്പോൾ അയാൾ അങ്ങോട്ടങ്ങ് പോകുന്നത്. ഇതേ സമയം സൻഹ ആണെങ്കിൽ അവന്മാരുടെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട് സത്യം അറിയാതെ കയറി അടിച്ചതിന്. അവന്മാരും പറയുന്നത് ഇവൻ ഇത്ര സിൻസിയർ ആയിട്ട് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ടിരിക്കാനും വലിയ പാടാന്ന്. അപ്പോഴാണ് നമ്മുടെ സൻഹയുടെ അച്ഛൻ അവിടെ കയറി വരുമ്പോൾ ഇവര് മനസ്സിലാക്കുന്നത് സൻഹയുടെ അച്ഛൻ അവിടുത്തെ പോലീസാന്ന്. ഇതും കണ്ട അവന്മാരും പെട്ടെന്ന് പ്ലേറ്റ് തിരിക്കുന്നത്. എടാ അപ്പൊ നീയൊക്കെ വെറുതെ സോറി ചോദിച്ചല്ലേ. ഗൈസ് നമ്മളെല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, നമ്മളെ ഇവന്മാരെ അടിച്ച് പരത്തി ശരീരം എല്ലാം വേദന എടുക്കുന്നെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന ഡ്രാമ കാണിക്കും. അപ്പൊ സൻഹയും അങ്ങനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ അച്ഛനും കയറി വന്നിട്ട് മക്കളെ നിങ്ങളൊക്കെ വീട്ടിൽ പൊയ്ക്കോ, നിങ്ങളെയൊക്കെ വീട്ടിൽ തിരക്കുന്നുണ്ടാകും, പിന്നെ നീ രണ്ടുപേരും വെറുതെ ഇങ്ങനെ പിള്ളേരെയൊക്കെ ഇടിക്കുന്ന എന്തിനാടാ, ഇവർക്ക് തക്കതായിട്ടുള്ള പണിഷ്മെന്റ് കൊടുത്തേക്ക് എന്നിങ്ങനെ പറയുന്നതായിട്ട് അവന്മാരും പറയുന്നത് എന്തോ പണിഷ്മെന്റോ, പണിഷ്മെന്റ് കൊടുക്കത്തക്ക പ്രശ്നമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്, എന്റെ അനിയത്തി ഈ ഒരു അവസ്ഥ കണ്ടാലും ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറത്തുള്ളൂ, ഇതൊന്നും വലിയ സീനല്ല എന്നൊക്കെ ഇങ്ങനെ അവന്മാരും പറയുന്നത്. പുറത്തിറങ്ങി ജൂൺ എങ്ങനെയാണ് അവന്മാർ അവളെ ഹെൽപ്പ് ചെയ്തതെന്ന് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ദാലിനെയും പോകുന്ന വഴിക്ക് ഇറക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ദാലിന്റെ അമ്മയും ഇവള് കോളൊന്നും വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനിൽ അവൾ അക്കാഡമിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഒരു കാറിൽ അവളും വന്ന് അക്കാഡമിയുടെ ഫ്രണ്ടിൽ ഇറങ്ങുന്ന കാണുന്നത്. അമ്മയും ചെന്ന് ഇവളെ വഴക്ക് പറയുമ്പോ അവള് കള്ളത്തരം പറയുന്നത് ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ജൂണിന്റെ ചേട്ടനായ സൻഹയുടെ കൂടെ അവൾ പഠിച്ചോണ്ടിരിക്കുവായിരുന്നു എന്ന്. ഇപ്പൊ ജൂണും ഇവരെ എങ്ങനെയെങ്കിലും സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അവരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ മിണ്ട് നടക്ക് അഭിനയിക്കാനും വേണ്ടി തീരുമാനിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ ഫ്രണ്ടിൽ ഇവർ നടക്കുമ്പോഴും തോളെ കൈയിടുന്ന രീതിയിൽ അഭിനയിച്ചൊക്കെ പോവാണ്. ദാലിന്റെ അടുത്ത് അവൾ ചെന്ന് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും വഴക്കൊക്കെ മാറിയെന്ന്. ആ സമയം പിള്ളേരെല്ലാം നമ്മുടെ ദാലിനെ നോക്കൊണ്ട് ഓരോന്ന് പറഞ്ഞോണ്ട് പോകും. ക്ലാസ്സിൽ ചെല്ലുമ്പോഴാണ് ആ പെണ്ണും പറയുന്നത് എല്ലാവരുടെ അടുത്തും എനിക്ക് തോന്നുന്നു നമ്മുടെ ജൂണിന്റെ ചേട്ടൻ ഹേജിന് നമ്മുടെ ക്ലാസ് ലീഡറായ ദാലിനെ ഇഷ്ടമാണെന്ന്. ദാലും ക്ലാസ്സിലോട്ട് കയറി വരുമ്പോ എല്ലാവരും അവളെ ഹേജിന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇതും കേട്ട് നമ്മുടെ ജൂണിന്റെ ഒരു ഐഡിയ വരുവാണ് ദാലിനെ കൊണ്ട് ഹേജിനോട് ഒരു ഡേറ്റിന് ചോദിപ്പിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഹീജു പെട്ടെന്ന് വന്ന് ഹേജിന്റെ അടുത്ത് ചോദിക്കുന്നത് നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന്. അവനും പറയുന്ന അവൾ എന്റെ അനിയത്തിയുടെ കൂട്ടുകാരിയാണ്, അതായത് എന്റെ അനിയത്തി പോലെയാണ് അവളെന്ന്. ഇതൊക്കെ സൈഡിൽ നിൽക്കുന്ന അവളുമാരും കേട്ടോന്ന് നിൽക്കുന്നത്. ഹീജുവും വലിയ ജാട അടിച്ചങ്ങ് പോകും. ഇത് കേട്ട് സങ്കടത്തിൽ ദാലും പോകുമ്പോ പെട്ടെന്ന് ജൂണം വന്ന് അവന്റെ കാലിൽ ഒറ്റ ചവിട്ടും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഇത് എന്തോടെ പറ്റിയെന്നിങ്ങനെ നമ്മുടെ ഹേജിനും ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ കൂട്ടുകാരനും പറയുന്നത് അല്ലേലും നിനക്കൊന്നും മനസ്സിലാവത്തില്ലടാ എന്ന്. കാരണം അവന് കാര്യം പിടികിട്ടി. ഇപ്പൊ ക്ലാസ്
ബസ്സിൽ റൂമർ മാറ്റാൻ വേണ്ടിട്ട് നമ്മുടെ ദാലു ഇങ്ങനെ പറയുന്നത് കോളേജിലൊക്കെ ചെല്ലുമ്പോഴല്ലേ നമ്മൾ ഡേറ്റ് ചെയ്യുന്നത്, സ്കൂളിൽ വെച്ച് നമ്മൾ പഠിക്കണം എന്നിങ്ങനെ. ഇതും കേട്ടിട്ട് അയ്യേ എന്നിങ്ങനെ എല്ലാരും പറയുമ്പോ ജുവോണും നമ്മുടെ ദാലിനെ ഇങ്ങനെ വിഷമിച്ച് നോക്കൊണ്ടിരിക്കുന്നത്. കാരണം ദാലിന് നല്ല വിഷമമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മുടെ ജുവോണും സൻഹയും കൂടെ ഹേജിന്റെ ബർത്ത്ഡേക്ക് ഷൂ മേടിക്കാൻ അങ്ങ് പോകും. ഹേജിന് ദാലിന് ഇഷ്ടമാണെന്നുള്ള കാര്യം സൻഹയോട് അവള് പറയുന്നുണ്ട്. ഒരു ഷൂവും കാണുമ്പോ അത് മേടിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. അവിടെ ഇരിക്കുന്ന ഒരു ഷൂ എടുത്തിട്ട് നമ്മുടെ ജുവോന്റെ കാലിൽ ഇട്ടെടുക്കാൻ പോകുമ്പോഴാണ് അതിന് എന്റെ ബർത്ത്ഡേ അല്ലല്ലോ അവളിങ്ങനെ പറയും. അതെനിക്കറിയാം, നീ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്ക്, നിനക്ക് പിന്നീട് നല്ല ഭംഗിയുള്ളത് ഞാൻ വാങ്ങി തരാമെന്നും പറയാണ്. അങ്ങനെ ഇവരും പേ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ആ ബില്ലിനകത്ത് പൈസ കുറവ് കാണിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മുടെ സൻഹയും കറക്റ്റ് പ്രൈസ് ആണ് അതെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണും പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരു എംപ്ലോയി ഡിസ്കൗണ്ട് തന്നാ, കാരണം നിങ്ങളെ കണ്ടിട്ട് ഒരു ക്യൂട്ട് ആയിട്ടുള്ള കപ്പിളായിട്ട് തോന്നിയെന്ന്. ഇതും കേട്ട് നമ്മുടെ സൻഹയും ഞങ്ങൾ കപ്പിളല്ല എന്നിങ്ങനെ പറയാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ജൂണും അവന്റെ കൈ കയറി പിടിച്ചിട്ട്, എടാ മിണ്ടാതിരിയടാ, അവര് നമുക്കിപ്പോ ഡിസ്കൗണ്ട് തന്നിരിക്കുക, താങ്ക്സ് എന്നും പറഞ്ഞ് അത് മേടിച്ചോണ്ട് ഇറങ്ങുന്നത്. ഇപ്പൊ സൻഹയുടെ അമ്മയും സോഹിയും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. അമ്മ വാഷ്റൂമിൽ പോയിട്ട് വരാം, മോൾ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കണേന്ന് പറഞ്ഞ് അവരെ എണീറ്റങ്ങ് പോകും. അപ്പോഴാണ് സൈഡിൽ കൂടെ നമ്മുടെ സൻഹയെ കാണുന്നത്. സോഹി ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് ഇവളും പുറകെ പോകുമ്പോഴാണ് പെട്ടെന്ന് സ്റ്റെപ്പ് ചെയ്ത് താഴെ വീഴുന്നത്. ഇത് കണ്ട് നമ്മുടെ സൻഹയും സാധനങ്ങളൊക്കെ താഴെയിട്ട് ഓടി ചെന്ന് അവളെ എടുക്കുന്നത്. എന്തെങ്കിലും പറ്റിയോന്നൊക്കെ ചോദിച്ച് അവനും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ജുവോണും കാണുമ്പോ അവക്കും ചെറുതായിട്ട് സങ്കടം തോന്നുകയാണ്. ഇവരുടെ അമ്മയും ടെൻഷൻ അടിച്ച് ഓടി വരുന്നത്. എന്നിട്ട് സൻഹയെ കാണുമ്പോ സൻഹ എടുത്ത് പറയുന്നത്, നീ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ നിന്റെ കൂടെ നിൽക്കുന്ന ആളെ നീ ഹേർട്ട് ചെയ്യുമെന്ന്. ഇത് കേട്ട് ജുവോണും ദേഷ്യം വന്നിട്ട് അവൾ അവന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. സൻഹ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കത്തുള്ളൂ, അല്ലാതെ ഒന്നും ബാഡായിട്ട് നടക്കത്തില്ല എന്നൊക്കെ അവള് സംസാരിക്കുന്നത്. തിരിച്ചു പോകുന്ന വഴിക്ക് ഒരാളും പാട്ട് പാടുന്ന കണ്ട് ഇവർ രണ്ടുപേരും പാട്ട് നിന്ന് കേൾക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സൻഹയും അവൾ ഇങ്ങനെ അവന് വേണ്ടിയിട്ട് സംസാരിച്ചൊക്കെ ആലോചിക്കുന്നത്. കൊച്ചിലെയും ഇതേ കണക്കായിരുന്നു, എപ്പോഴും അവൾ അവന് വേണ്ടിയിട്ടാണ് സംസാരിച്ചിരുന്നത്. അങ്ങനെ അവളെ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുമ്പോ സൻഹയ്ക്ക് ഒരു ഫീലിങ്സ് തോന്നുകയാണ് അവളോട്. അതിനുശേഷം നമ്മുടെ ഹേജിന്റെ ബർത്ത്ഡേക്ക് അവനും ഇങ്ങനെ ആഹാരം ഉണ്ടാക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ സൻഹയെ വിളിക്കാൻ വേണ്ടിയിട്ട് ജുവോൺ അങ്ങ് പോകുന്നത്. ഇപ്പൊ ഇവളും നമ്മുടെ സൻഹ ഇങ്ങനെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടും കയറി ചെല്ലുന്നത്. നീ എന്തോടി നോക്കി അത് കയറി വരുന്നത്, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നീ ഒന്ന് ഇറങ്ങി പോയി ഇവിടുന്ന് എന്നിങ്ങനെ പറയുമ്പോ അവൾ അവിടെ തന്നെ ഇരിക്കും. എവിടെ നിന്നില്ലാത്ത ഒരു നാണം കാരണം നമ്മുടെ സൻഹയും അവളെ പിടിച്ച് പുറത്താക്കിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്. ഇവളും ഇങ്ങനെ ഒരുമാതിരത്തെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ സൻഹയ്ക്കും കാര്യം മനസ്സിലാവുന്നത്. കാരണം ഹേജിന്റെ ആന്റി ഇവിടെ വരുന്നത് കൊണ്ടാണ് ഇവളിങ്ങനെ നിൽക്കുന്നത്. കാരണം ഹേജിന്റെ ആന്റി വരുമ്പോ അവൻ എപ്പോഴും ഭയങ്കര ഫോഴ്സ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവരോട് അവക്ക് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ അത് സംസാരിക്കണോ വേണ്ടോ എന്ന് അവക്ക് അറിയത്തില്ല. ഇപ്പൊ സൻഹയും അങ്ങനെയാണെങ്കിൽ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് തന്നെ നല്ലതെന്നും പറഞ്ഞ് അവളെയും കൊണ്ടുവന്ന്. ഇപ്പൊ ഹേജിന്റെ ആന്റി ഇങ്ങനെ വരും. എന്നിട്ട് നമ്മുടെ ജുവോണിനെ കാണുമ്പോ, മോളെ നിനക്ക് സുഖമില്ലേന്ന് ചോദിക്കുമ്പോ, ആ ആന്റി സുഖമാ, അടുത്ത മാസമല്ലേ നിങ്ങൾക്ക് ഡെലിവറി, നിങ്ങൾക്ക് സുഖമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന അവളും. ഇപ്പൊ നമ്മുടെ ഹേജിനും അവളെ ഇങ്ങനെ കണ്ടിട്ട്, നീ ആദ്യമേ നിന്റെ റൂമിൽ പോയി ഒതുക്കടി, അവിടെ ഫുള്ളും ഡ്രസ്സ് കിടക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോ അവളും അത് ഒതുക്കാൻ പോകുന്നത്. ആന്റി ഇത് കണ്ടിട്ട് സൈഡിലോട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ സൻഹയും അവിടെ ടേബിളൊക്കെ വൃത്തിയാക്കുന്നത്. അച്ഛനാണെങ്കിൽ കുക്ക് ചെയ്യുന്നതും. ഇത് കണ്ട് ആന്റി അവനെ ഇങ്ങനെ അടിച്ചിട്ട്, എടാ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അവനെയും വിളിച്ചോണ്ട് അങ്ങ് റൂമിലോട്ട് അങ്ങ് പോകും. അതിനുശേഷം അവരും അവന്റെ യഥാർത്ഥ അച്ഛനെ പറ്റിയിട്ട് ചോദിക്കുന്ന, എനിക്ക് തോന്നുന്നു അയാൾ തിരിച്ച് സോളിലോട്ട് പോയെന്നാ. ഞാൻ കുറച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, എനിക്ക് തോന്നുന്നത് നീ നിന്റെ യഥാർത്ഥ അച്ഛന്റെ കൂടെ പോകുന്നതായിരിക്കും നല്ലതെന്ന്. ഇത് കേട്ട് നമ്മുടെ ഹേജിനും ആന്റി എന്തോ ഈ പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോ, നമ്മൾ ഓൾറെഡി ഇവർക്ക് കുറെ തന്നെ ഈ 10 വർഷമായിട്ട് കടപ്പെട്ടിരിക്കുക. നീ ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കുന്നത്, നിനക്ക് സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഫീസ് എല്ലാം അടയ്ക്കുന്നതും ജുവോന്റെ അച്ഛനാ. ഇനി കോളേജിൽ പോകാനാണെങ്കിൽ തന്നെ വെറുതെ അങ്ങ് പോകാൻ പറ്റുമോ, അതിനും വേണ്ട കാശ്. അങ്ങനെയുള്ളപ്പോ നീ വേണം ജുവോണിന് വേണ്ടിയിട്ട് അവളുടെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ. നീ എന്തിനാ അവളുടെ അടുത്ത് സ്വന്തമായിട്ട് ചെയ്യാൻ പറഞ്ഞത്, നിനക്ക് സൻഹയും അച്ഛനെയും ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ. ഇതൊക്കെ കേട്ട് നമ്മുടെ ഹേജിൻ എങ്ങനെ വിഷമിക്കും. എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ഹേജിനെ വിളിക്കാൻ വന്ന അച്ഛനാണെങ്കിൽ ഇതൊക്കെ പുറത്തുനിന്ന് കേട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേക്കുമായിട്ട് നമ്മുടെ സൻഹയുടെ അച്ഛൻ വരുന്നത്. ഇപ്പൊ ഇവരെല്ലാരും കൂടെ നമ്മുടെ ഹേജിന്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കും. ജുവോണും ഇവർ രണ്ടുപേരും കൂടെ മേടിച്ച ഗിഫ്റ്റ് അങ്ങ് അവനെ കൊടുക്കുന്നത്. സൻഹയുടെ അച്ഛനും പറയുന്നത്, ആരെങ്കിലും ഷൂ ഒക്കെ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് കിട്ടിയ ആളെ ഷൂ ഇട്ടോണ്ട് ഓടിപ്പോകുന്നാ പറയാറ്. ഇതായിട്ട് ഹേജിന്റെ ആന്റിയും പറയുന്നത്, അവനെവിടെ ഓടിപ്പോവാനാ, കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് അവനെല്ലാം തിരിച്ചു തരാനുള്ളതല്ലേ. സത്യം പറഞ്ഞാൽ ഹേജിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോ കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾ അങ്ങ് തിരിച്ചു പറഞ്ഞു വിടുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു കൊച്ചുണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും ഒരു അറിയാത്ത വ്യക്തിയുടെ കൊച്ചിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അച്ഛന് സങ്കടം വരുന്നുണ്ട്. കാരണം സ്വന്തം മോനായിട്ടാണ് ഹേജിനെ കണ്ടിട്ടുള്ളത്. നിങ്ങൾ നൽകിയ എല്ലാത്തിനും അവൻ വലുതായിട്ട് 10 മടങ്ങായിട്ട് തിരിച്ചു തരുമെന്ന് ഇങ്ങനെ പറയും. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജുവോണിന് ഓരോന്നൊക്കെ പറയണമെന്നുണ്ട്. അപ്പോഴാണ് സൻഹയും മിണ്ടാതിരിക്കണേ എന്നിങ്ങനെ അവിടെ നിന്ന് കൈ കാണിക്കുന്നത്. അച്ഛനെ സങ്കടത്തിൽ പറയുന്നത്, ഓ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, ഏതെങ്കിലും പേരൻസ് അവരുടെ കൊച്ചിനെടുത്ത് വളർത്തിയതിനെല്ലാം തിരിച്ചു തരണമെന്ന് ചോദിക്കാറുണ്ടോ. ഇപ്പൊ ജുവോന്റെ അച്ഛനും ഇങ്ങനെ വിഷമം വന്നിട്ട് അയാളും ഇങ്ങനെ കുറെ ഡ്രിങ്ക്സ് അടിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത്, അവൻ കുറെ കൂടി കുഞ്ഞതായിരുന്നപ്പോ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു, അതാവുമ്പോ അവനെ വേറൊരിടത്തുനിന്ന് കൊണ്ടുവന്നതാണെന്ന് പോലും അവന് ഓർമ്മ കാണത്തില്ല എന്ന്. അവരെ കാരണമാണ് ഞാൻ ഇത്രയും നല്ല രീതിയിൽ ജീവിക്കുന്നത്. അപ്പൊ അവരെന്തിനാ എനിക്ക് താങ്ക്സ് പറയുന്നത്, ഞാനല്ലേ അവര് താങ്ക്സ് പറയേണ്ടുന്നത് എന്നൊക്കെ പറഞ്ഞ അച്ഛന്റെ സങ്കടം എല്ലാം അവിടെ പറയുകയാണ്. ഹേജിനും ജുവോണും കൂടെ അച്ഛനെയും പിടിച്ച് അകത്തോട്ട് കൊണ്ടുവന്ന്. ഇപ്പൊ ആന്റിയും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സൻഹയും കൊണ്ടുവന്ന് ടവല് കൊടുക്കുന്നത്.
എന്നിട്ട് അവനും അവിടെ എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മോനെ ഇത് ചെയ്യണ്ട, കുറച്ച് കഴിയുമ്പോൾ ഹേജം വരുമ്പോ ഞാനിത് അവന്റെ കൂടെ ചേർന്ന് ചെയ്തോളാം, നിങ്ങൾ രണ്ടുപേരും ഡിഫറെന്റാ, നിന്റെ അച്ഛൻ എല്ലാത്തിനും പൈസയൊക്കെ അടയ്ക്കുന്നുണ്ടല്ലോ. ഇത് കേട്ട് സൻഹയ്ക്ക് സങ്കടം വന്നിട്ട് അവനും പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒന്നാണെന്ന്. എന്റെ അച്ഛനും എല്ലാത്തിനും ഒന്നും അങ്ങനെ പൈസ ഒന്നും അടയ്ക്കാറില്ല, അച്ഛനാണെങ്കിൽ ഞാനും ഹേജനും ഡിഫറെന്റ് ആണെന്നും ചിന്തിക്കാറില്ല, അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ വിഷമിക്കണ്ട എന്ന് പറയാണ്. ഇതൊക്കെ ഹേജനും നമ്മുടെ ജൂണും കേട്ടോണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആന്റിയും കരയുന്നു. ഇപ്പൊ നമ്മുടെ ആന്റി ഹേജന്റെ അടുത്ത് പറയും, മോനെ ഞാൻ കാരണമല്ലേ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത്, സോറി എന്നിങ്ങനെ. അപ്പൊ അവനും അതൊന്നും കുഴപ്പമില്ല ആന്റി, അച്ഛൻ ചെറുതായിട്ടൊന്ന് അപ്സെറ്റ് ആയതാ എന്നിങ്ങനെ പറയുമ്പോ എന്നാലും ഞാൻ കാരണമല്ലേ എന്നിങ്ങനെ അവരും പറഞ്ഞിട്ട് പറയുന്നത്, മോനെ നീ നിന്റെ അമ്മ അങ്ങ് മറന്നു കളഞ്ഞേക്ക്, നീ നിന്റെ അച്ഛനെ മാത്രം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മതി, അവര് നിന്നെ എപ്പോഴും ഉപേക്ഷിച്ചു പോയതാ. ഇത് കേട്ടിട്ട് ഹേജനും സങ്കടത്തിൽ പറയുന്ന, അമ്മ എനിക്ക് ഓർമ്മ പോലും ഇല്ല, അമ്മയുടെ ഫേസ് പോലും എനിക്ക് ഓർമ്മയില്ലാന്ന്. അന്ന് രാത്രിയിലെ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് ആന്റി സോറി പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റൂഫ് ടോപ്പിലേക്ക് നമ്മുടെ സൻഹയുടെ അടുത്തും ജുവോന്റെ അടുത്തേക്കും പോവാണ്. അങ്ങനെ അവിടെ വെച്ച് സൻഹയുടെയും നമ്മുടെ ഹേജിന്റെയും തമ്മിലുള്ള വഴക്കൊക്കെ തീർന്ന് അവര് സന്തോഷത്തിൽ പോന്ന്. അടുത്ത ദിവസം രാവിലെ നമ്മുടെ റെസ്റ്റോറന്റിൽ അച്ഛനും കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ ഇതുവരെ ഫുഡൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, എല്ലാം നടക്കുന്നതേ ഉള്ളെന്ന് പറയുമ്പോഴാണ് അവരവിടെ തന്നെ നിൽക്കുന്നത്. ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് അച്ഛനും അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ഹേജിന്റെ അമ്മ അവിടെ നിൽക്കുന്നത്. അവര് നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന കാണിച്ച് ഫാമിലി ബൈ ചോയ്സിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ബൈ, താങ്ക് യു.